KSRTC പ്രവർത്തനം ലാഭത്തിലായെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ചാലക്കുടി KSRTCക്ക് അനുവദിച്ച 4 കോടി രൂപയുടെ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ ഈ ഒരു ചാലക്കുടി ഡിപ്പോ തന്നെ പണ്ട് വളരെ വർഷങ്ങളായി നമ്മൾ ഡിപ്പോകളെല്ലാം നഷ്ടത്തിൽ പോവുകയായിരുന്നു. ഇപ്പോൾ KSRTC പല ദിവസങ്ങളിലും ഒരു മാസത്തിന്റെ 30 ദിവസം ഉണ്ടെങ്കിൽ 25 ദിവസവും KSRTCയിലെ എല്ലാ ഡിപ്പോകളും ലാഭത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ്. KSRTC ജീവനക്കാരുടെ കഠിനാധ്വാനം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, KSRTC ജീവനക്കാരെല്ലാം പഴയ ആളുകൾ തന്നെയാണ്. പക്ഷെ അവർ ചെയ്യുന്ന ജോലിയോട് അവർ കാണിക്കുന്ന ആത്മാർത്ഥത, ഓരോ ഡ്രൈവറും കൈ കാണിക്കുന്നവരെല്ലാം ബസ് നിർത്തി കയറ്റിക്കൊണ്ട് പോകുന്നു. 98% ആളുകളും ഈ പ്രസ്ഥാനം വളരണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ഒരു സമരം പ്രഖ്യാപിച്ചാൽ പോലും ആ സമരത്തിൽ പങ്കെടുക്കാൻ ഒരു 6% ആളെ പോകത്തുള്ളൂ. കാരണം ഇത് നിലനിൽക്കണം. 1-ാം തീയതി ശമ്പളം തരുന്നു സർക്കാർ, പറ്റുമെങ്കിൽ ഞാൻ 31-ാം തീയതി ശമ്പളം കൊടുക്കാം. നിലവിലുള്ള 83 ഡിപ്പോകളും പ്രവർത്തന ലാഭത്തിലാണ്. 6 ലക്ഷം രൂപയുടെ ടാർജറ്റ് കൊടുത്ത ചാലക്കുടി ഡിപ്പോ 10 ലക്ഷം വരുമാനം ഉണ്ടാക്കിയത് അഭിമാനമാണെന്നും ഇതിന് പിന്നിൽ ജീവനക്കാരുടെ കഠിനാധ്വാനമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. നഗരസഭ ചെയർപേഴ്സൺ ആലിസ് ഷിബു, വൈസ് ചെയർമാൻ KV പോൾ, പ്രതിപക്ഷ ലീഡർ ജിൽ ആന്റണി, വാർഡ് കൗൺസിലർ VJ ജോജി തുടങ്ങിയവർ സംസാരിച്ചു.